ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഡേവിഡ് ജോർജിന്റെ എല്ലാ കളത്രങ്ങളും നന്ദു കയ്യോട് പിടികൂടുകയാണ്. ഡേവിഡ് ജോർജിനെ നന്ദു അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. തന്നെ കൊന്നാലും അയാള് സത്യം പറയില്ലെന്നുള്ള മട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. കാരണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നന്ദുവിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതും രക്ഷപ്പെട്ട് പുറത്തിറങ്ങുന്നതും ഒരുപോലെയാണ്. സത്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം ഡേവിഡ് ജോർജ് പുറത്തിറങ്ങിയ പിന്നെ ഡേവിഡ് ജോർജിന്റെ ജീവന് തന്നെ ഭീഷണിയാണ്. ഡേവിഡ് ജോർജ് പുറത്തിറങ്ങുന്ന നിമിഷം തന്നെ അയാൾ അങ്ങ് തട്ടിക്കളയും. അതുകൊണ്ട് അയാൾ രണ്ടും കൽപ്പിച്ച് സ്റ്റേഷനിൽ നിൽക്കാണ്, തന്നെ ആരെങ്കിലും അവിടെ നിന്ന് ഇറക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട്. പക്ഷെ നന്ദു ആണ് ആള്. ബുദ്ധിപരമായിട്ടാണ് ഓരോ നീക്കവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അയാളെ മൊത്തത്തിൽ വാച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നന്ദു അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നന്ദുവിന് അന്വേഷിച്ച് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് ഈ ഡേവിഡ് ജോർജ് എന്നും ഒരു ഹോട്ടലിലോട്ട് ചെല്ലാറുണ്ട്. വലിയ സെറ്റപ്പുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടൽ. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ പറ്റിയത് ആ ഹോട്ടലിലേക്ക് പുറമേ നിന്ന് ഒരു വ്യക്തിയും ചെല്ലാറില്ലെന്നും അവിടെ റൂം എടുക്കാറില്ലെന്നും. അത് എയിം ജ്വല്ലറിക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അവിടെ കുറച്ച് എയിം ജ്വല്ലറിയിലെ വലിയ വലിയ സ്റ്റാഫുകൾ സ്റ്റേ ചെയ്യുന്നു എന്ന് മാത്രമാണ് പുറത്തുള്ളവർക്ക് അറിയാം. പക്ഷേ അതിനുള്ളിൽ എന്തോ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നന്ദുവിന് മനസ്സിലാവാണ്. അത് ലക്ഷ്യമാക്കിയിട്ടാണ് കേട്ടോ പിന്നീട് നന്ദുവിന്റെ അന്വേഷണം മുഴുവനും. എല്ലാത്തിൻ്റെ ഒടുവിൽ ആ കച്ചിത്തുരുമ്പിൽ തന്നെ എത്തിപ്പെടുകയാണ് നന്ദു. ആ ഹോട്ടലിലേക്ക് പോകുന്നവരുടെയും വരുന്നവരുടെയും ലിസ്റ്റ് എടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നന്ദു. അക്കൂട്ടത്തിലാണ് അവന്തിക അവിടെ വന്നു പോകുന്നുണ്ടെന്നുള്ള വിവരം നന്ദു അറിയുന്നത്. ശരിക്കും അത് നന്ദുവിനെ ഷോക്കാക്കാണ് കേട്ടോ. കാരണം അവന്തികയ്ക്ക് ഇപ്പോൾ വലിയൊരു ചേഞ്ച് ആണ് ഉണ്ടായിരിക്കുന്നത്. ആ ചേഞ്ച് എല്ലാവരും കണ്ണും പൂട്ടി വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷേ പിന്നിൽ നിന്ന് അവന്തിക കുത്താണെന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. എന്തായാലും നന്ദു ഒരു കാര്യം മനസ്സിലാക്കാണ്, ഈ അവന്തിക ആർക്കോ അനന്തപുരിയിലെ പല രഹസ്യങ്ങളും ചോർത്തി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് മൂർത്തീസ് ജ്വല്ലറി പിന്നോട്ട് പോയത്. അവന്തിക അവൾ ഏട്ടൻ്റെയും അമ്മയുടെയും പോലെ തന്നെയാണ്. അവളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അവൾ ആർക്കോ വേണ്ടി ചാരപ്രവർത്തനം ചെയ്യുകയാണെന്നുള്ളത് എന്തായാലും ഒടുവിൽ നന്ദു നാഗേന്ദ്രനിൽ തന്നെ ചെന്ന് പെടുന്നുണ്ട്. ആ ഒരു കിടിലൻ എപ്പിസോഡാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു കിടിലൻ എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് കേട്ടോ. നന്ദു ആണെങ്കിൽ എന്തൊക്കെയോ ഫയൽ കാര്യമായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നയനയും ആദർശം വരുന്നത്. നന്ദു തിരക്കിലാണോ? ആ ആദർശേട്ടാ, ചേച്ചി വാ ഇരിക്കി. നന്ദു, നിന്നെ ഞാൻ ഏൽപ്പിച്ച ജോലി എങ്ങനെ പോകുന്നു? അതൊക്കെ നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ആദർശേട്ടാ. ഞാനിപ്പോൾ വന്നത് നിന്നോട് നേരിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയാ. ഫോണിലൂടെ പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. കാരണം ഇപ്പം അവർ നമ്മളെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫോണിലൂടെ പലതും വിളിച്ചു പറയുന്നത് വിഡ്ഢിത്തരായിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും നന്ദു ഇനി എന്നെ ഫോണിലൂടെ വിളിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. അത് ഞാനും ആലോചിച്ചതാണ്. പിന്നെ അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലല്ലോ എന്ന് കരുതിയിട്ടാ വേറെ സിം എടുത്ത് ആദർശേട്ടന് വിളിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നതോ. പക്ഷേ നമ്മുടെ മുന്നിൽ ഇപ്പൊ ഇങ്ങനെ കണ്ട് സംസാരിക്കാൻ നല്ലതേ മറ്റു നിവൃത്തിയൊന്നും ഇല്ലല്ലോ. ആദർശേട്ടൻ എന്തിനാ വന്നത്? എന്ത് കാര്യം പറയാനാ? നന്ദു, എല്ലാ കോൾ റെക്കോർഡ്സും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ആദർശേട്ടൻ പറഞ്ഞന്ന് തന്നെ ഞാൻ ആളെ ചെന്ന് കണ്ടതാ. ആളുമായിട്ട് സംസാരിച്ചും ചെയ്തു. സേവിയറിനിപ്പോ വലിയൊരു ഇൻഫോർമേഷൻ ലഭിച്ചിട്ടുണ്ട്. എന്താ ആദർശേട്ടാ? നീ ഇപ്പം അവൻ്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ നിന്നെ ഏത് സമയം വാച്ച് ചെയ്യുന്നവർ ആ സത്യം മനസ്സിലാക്കും. അയാളാണ് നമുക്ക് വേണ്ടി ചാരപ്രവർത്തനം ചെയ്യുന്നതെന്ന്. കോൾ റെക്കോർഡ്സ് ഒക്കെ അവനാണ് എടുത്തു തരുന്നതെന്ന് അറിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതത്തിന് ഭീഷണിയാണ്. അവനെ ആശ്രയിച്ച് കഴിയുന്ന മക്കളും ഭാര്യയും കുടുംബം തന്നെ അവൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് അവനൊരു ആപത്തും വരുത്താൻ പാടില്ല. ആദർശേട്ടൻ എന്താ പറയുന്നത്? പോലീസ് പ്രൊട്ടക്ഷനോ മറ്റോ വേണോ? അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അവരത്രയും കരുത്തരാണ്. അതുകൊണ്ട് നിസ്സാരമായിട്ട് അവനെ ഇല്ലാതാക്കാനും അവർ മടിക്കില്ല. പക്ഷേ എന്തായാലും ആ സ്ഥലത്തോട്ടൊന്നും ഇവർക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ആ ഒരു ആശ്വാസം എനിക്കുണ്ട്. പിന്നെ ഈ കാര്യം നിന്നോട് വന്ന് പറയണമെന്ന് അവനെ എന്നെ ഏൽപ്പിച്ചത്. അപ്പം പിന്നെ ഞാൻ മറ്റൊന്നും നോക്കാതെ ഇങ്ങോട്ട് പോരുകയായിരുന്നു. അല്ല ആദർശേട്ടൻ കാര്യം എന്താന്ന് പറഞ്ഞില്ല? മറ്റൊന്നുമല്ല നന്ദു, ആ ഡേവിഡ് ജോർജ് ഉണ്ടല്ലോ, അയാള് കാര്യപ്പെട്ട ആരോടോ സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡ് അത് കിട്ടിയിട്ടുണ്ട്. അയാൾ ആരോട് സംസാരിക്കുന്നതാ? അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ആ സൗണ്ട് എനിക്ക് നല്ല കേട്ടുപരിചയമുള്ള സൗണ്ടാ. എന്തായാലും എയിം ജ്വല്ലറിക്ക് പിന്നിൽ തലപ്പത്ത് നിൽക്കുന്നത് അയാൾ തന്നെയാണെന്ന് ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ട്. അയാളുടെ ശബ്ദം കേട്ടിട്ട് എനിക്കെന്തോ കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ള ആരോ ആണെന്ന് തോന്നുന്നു നന്ദു. എന്തായാലും ആദർശേട്ടാ, വൈകാതെ തന്നെ അയാളെ നമ്മൾ ശരിക്കും പൂട്ടും. അയാളെ പോലുള്ളവർക്കും കള്ളക്കടത്ത് നടത്തുന്നവർക്കൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ യാതൊരു അർഹതയുമില്ല. ആദർശേട്ടാ, ഞാനൊന്ന് ആ സേവിയറിനെ ചെന്ന് കണ്ടോട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ അറിയാൻ പറ്റിയേക്കും. അതുകൊണ്ടാ. കാണുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷേ അത് വളരെ ശ്രദ്ധയോട് കൂടിയാവണം. എന്ന് വെച്ചാൽ നീ നന്ദു ആണെന്ന് പുറമെയുള്ള ആർക്കും മനസ്സിലാവാൻ പാടില്ല. ആ തരത്തിൽ വേണം നീ സൈമണെ ചെന്ന് കാണാൻ. ശരി ആദർശേട്ടാ, അതെന്താന്ന് വെച്ചാൽ ഞാൻ തന്നെ ചെയ്തോളാം. അല്ല, ചേച്ചിയും ആദർശേട്ടനും കൂടി എങ്ങോട്ടെങ്കിലും പോവാൻ ഇറങ്ങിയതാണോ? ഏയ്, എങ്ങോട്ടും പോവാൻ ഇറങ്ങിയതല്ല. ഇയാൾ എന്നെ പിന്നെ എങ്ങോട്ടും ഒറ്റയ്ക്ക് വിടില്ലല്ലോ. അതുകൊണ്ട് കൂടെ കൂടിയേക്കുവാ. മുത്തശ്ശിയൊക്കെ എന്നെ വിളിച്ച് വഴക്ക് പറയാത്ത ദിവസമില്ല.
മുത്തശ്ശി മാത്രോ? എൻ്റെ അമ്മ നാഴികയ്ക്ക് 40 വട്ടം പറയും ഇവളെയും കൂട്ടി പുറത്തൊന്നും പോവരുതെന്ന്. പക്ഷെ ഇവള് പറഞ്ഞാൽ കേൾക്കൂ? ഇവളെ നോക്കാൻ അവിടെ രണ്ടുപേരെ ഞാൻ നിർത്തിയിരിക്കുക, അതും അത്രയും നല്ല ആളുകളെ. ചേച്ചി ദേ ഇപ്പോഴത്തെ അവസ്ഥ ചേച്ചിക്ക് അറിയാലോ. ഈ സമയത്ത് ഇങ്ങനെയൊന്നും ഇറങ്ങി നടക്കാൻ പാടില്ല ചേച്ചി. എത്ര തവണ ഞാൻ തന്നെ പറഞ്ഞതാ. അത് പിന്നെ എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന ബോറടിക്കും. എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഹെൽത്തൊക്കെ സമയത്തിന് ചേച്ചി നോക്കിയാൽ മതി. ആഹാരമൊക്കെ കൃത്യസമയത്തിന് കഴിക്കണം. അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് നന്ദു. എന്നാൽ പിന്നെ നന്ദു ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങുവാണ് ആദർശേട്ടാ. ഞാനെന്തേലും കുടിക്കാൻ? അതൊന്നും വേണ്ട. കുടിച്ചിട്ടാ ഞങ്ങൾ ഇറങ്ങിയത് അല്ലേ നൈനി? അതെ, അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ടാ ആദർശേട്ടനും ഞാൻ ഇറങ്ങിയത്. അല്ല മോളെ, നീ എന്തെങ്കിലും കഴിച്ചോ? ഞാൻ വീട്ടിൽ നിന്ന് നല്ല കുശാലായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതാ. ദോശയും ചമ്മന്തിയും സാമ്പാറും എല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് ഇറങ്ങിയത്. അങ്ങനെയൊന്നും പറയല്ലേ. അമ്മയുടെ സാമ്പാറും ചമ്മന്തിയൊക്കെ എന്തൊരു ടേസ്റ്റാന്നറിയാം ആദർശേട്ടാ. അത് പിന്നെ നീ പറയണോ നൈനി? നിന്റെ അമ്മയുടെ കൈപ്പുണ്യൊക്കെ ഞാനും അറിഞ്ഞതല്ലേ. അതെ ആദർശേട്ടാ, എന്നാൽ പിന്നെ ഇങ്ങോട്ട് വരുന്നത് ശത്രുക്കളൊന്നും കാണാൻ ഇടയാവണ്ട. എത്രയും പെട്ടെന്ന് പോകുന്നത് നല്ലത്. ശരി നന്ദു. ഇതും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പുറത്തോട്ട് ഇറങ്ങാൻ കേട്ടോ. എന്നാൽ ഇത് വാച്ച് ചെയ്തുകൊണ്ട് കുറച്ച് ഗുണ്ടകൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇയാളെ തന്നെയല്ലേ നമ്മളെ വാച്ച് ചെയ്യാൻ ഏൽപ്പിച്ചത്? അതെ, ഇത് തന്നെയാണ് മൂർത്തീസ് ജ്വല്ലറിയിലെ ആദർശ്. എന്നാൽ പിന്നെ ആ ജോർജ് സാറിനൊന്ന് വിളിക്ക്. ശരി സാറേ. ഇതും പറഞ്ഞ് അയാൾക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ സാറേ. എന്തായടോ? പറഞ്ഞ പണിയൊക്കെ ഈ ജിതിൻ പറഞ്ഞ രീതിയിൽ ചെയ്തിരിക്കും. ഈ ആദർശിനെ ഞാൻ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. കൂടെ വേറെ ഒരു പെണ്ണും ഉണ്ട്. ഭാര്യയാണെന്നാ തോന്നുന്നത്. ഇവരിപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നിരിക്കുന്നുണ്ട്. ഏതിനാന്നൊന്നും അറിയില്ല. പക്ഷെ അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. എടോ, താൻ അയാളെ തന്നെ നല്ല രീതിക്ക് വാച്ച് ചെയ്യണം. അത് തന്നെയാണല്ലോ സാറേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാ പറഞ്ഞത്, അയാളെ കണ്ണ് തെറ്റാതെ വാച്ച് ചെയ്യണമെന്ന്. ശരി സാറേ. ഇപ്പം പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇനി എവിടേക്ക് പോകുന്നു നീ ഓരോന്നും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ശരി. അങ്ങനെ അതും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഡേവിഡ് ജോർജ് മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട്, അവനപ്പോൾ രണ്ടും കൽപ്പിച്ചാണ്. വെറുതെ ഒതുങ്ങി വീട്ടിലിരിക്കുകയല്ല, മുത്തശ്ശനായിട്ട് വഴക്കിട്ടിട്ട് ഒതുങ്ങി വീട്ടിൽ കൂടിയിരിക്കുകയാണെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ അവൻ ഞങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾ ഓരോന്നും മുന്നോട്ട് വെക്കാൻ അവിടുന്ന് മാറി നിന്നത്. ഒരാദർശം വന്നിരിക്കുന്നത്. അവനെ പൂട്ടാനുള്ള താഴല്ല, അവൻ്റെ തന്തയെ പൂട്ടാനുള്ള താഴം എൻ്റെ കയ്യിലുണ്ട്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് സേവ്യറിനെ കാണാൻ വേണ്ടിയിട്ട് സേവ്യറിന്റെ വീട്ടിലോട്ട് നന്ദു എത്തുന്നതാണ്. അകത്തോട്ട് പെട്ടെന്ന് തന്നെ കയറി ചെല്ലുന്നിട്ട് നന്ദു, ഹലോ തിരക്കിലാണോ? മാഡം എന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ? മുന്നറിയിപ്പൊക്കെ ഇപ്പൊ തരാൻ പറ്റുമോ? അത്രത്തോളം പേരല്ലേ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മേഡത്തെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. മാഡം ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നെ ഇങ്ങോട്ട് വരുന്നത് ആരും വാച്ച് ചെയ്തിട്ടില്ല. ഞാൻ അത്രയും സേഫ്റ്റിയോടെ ഇങ്ങോട്ട് വന്നത്. എന്നെ ആരും തിരിച്ചറിയത്തില്ല. അത് ശരിയാ, ഈ വേഷം എന്തായാലും മാഡത്തിന് നന്നായിട്ട് ചേരുന്നുണ്ട്. അതായത് നന്ദു മുടി നീട്ടി ഒരു വിഗ് വെച്ച് ഒരു ചുരിദാർ കൊടുത്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ വേഷം ഇട്ടിട്ടേ എനിക്കാകെ ഇറിറ്റേറ്റ് ആവുക. പിന്നെ ഇവിടെ വന്ന് വിവരം തിരക്കണ്ടെന്ന് കരുതിയിട്ടാ ഈ വേഷമൊക്കെ ഇട്ട് മുഖമറിച്ച് ഞാനിവിടെ എത്തിയത്. അതേതായാലും നന്നായി. മാഡത്തെ ഞാൻ കാണണമെന്നും എൻ്റെ ചില കാര്യങ്ങളൊക്കെ പറയണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. എന്താ സേവ്യർ? അത് വേറൊന്നുമല്ല, എനിക്കിപ്പോൾ നല്ല പേടിയാ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോരുത്തരുടെ മരണവാർത്ത കേൾക്കുമ്പോഴും എനിക്ക് കൂടുതൽ പേടിയാ. എന്നെ ആശ്രയിച്ച് കഴിയുന്ന എൻ്റെ കുടുംബം എൻ്റെ തണലിലുണ്ട് മാഡം. എനിക്ക് നിൻ്റെ വിഷമമൊക്കെ മനസ്സിലാവും സേവ്യർ. എല്ലാവരും ഇപ്പം അതേ പ്രതിസന്ധി തന്നെയാണ്. നിനക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ഞാൻ തരും. എന്തായാലും ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് താൻ ഒരിക്കലും പേടിക്കണ്ട. ശരി മാഡം, മാഡത്തെ എനിക്ക് വിശ്വാസമാണ്. അല്ല, ആദർശേട്ടനെ ഇന്ന് തന്നെ വന്ന് കണ്ടപ്പോൾ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. അതേക്കുറിച്ച് മാഡത്തോട് ഞാൻ പറയാം. മാഡം, ഇന്നലെ ഞാൻ ചില കോൾ റെക്കോർഡ്സ് ഒക്കെ പരിശോധിച്ചു. അതിലൊരു നമ്പറിൽ നിന്ന് നിരന്തരമായിട്ട് മറ്റൊരു നമ്പറിലേക്ക് കോൾ പോയിട്ടുണ്ട്. അതായത് ഈ ഡേവിഡ് ജോർജിൻ്റെ യഥാർത്ഥ സ്വരം തന്നെയാണ് അതിലുള്ളത്. എന്ന് വെച്ചാൽ ഡേവിഡ് ജോർജ് തന്നെയാണ് മറുഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയോട് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തന്നെയാണ് ഇതിന്റെ തലപ്പത്തുള്ള വ്യക്തിയെന്ന് ഏകദേശം കൺഫേം ആണ് മാഡം. എന്നാ പിന്നെ ആ നമ്പർ വെച്ചിട്ട് നമുക്ക് അയാളെ ട്രേസ് ചെയ്തുകൂടെ എവിടെ നിൽക്കുന്നതെന്ന്? അത് പറ്റില്ല മാഡം, അതിനുള്ള ടെക്നിക്കൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിം ആണെങ്കിൽ പിന്നെ വേറൊരു സിം ആയിരിക്കും. എന്നാലും അയാൾ ഒരുവിധം ഈ നമ്പറിൽ നിന്നൊക്കെ വിളിച്ചതായിട്ടാണ് കാണിക്കുന്നത്. മിക്കവാറും ഈ നമ്പർ നമ്മൾ അറിഞ്ഞു എന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്നൊന്നും പ്രതികളെ പിടികൂടാൻ പറ്റില്ല മാഡം. പിന്നൊരു വഴിയുണ്ട്, ഈ ഡേവിഡ് ജോർജിനെ നന്നായിട്ട് നിരീക്ഷിക്കണം. ആ കോളിലൂടെ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തലപ്പത്ത്, അതായത് എയിൻ ജ്വല്ലറിയുടെ തലപ്പത്തുള്ള വ്യക്തി നാട്ടിൽ തന്നെ ഉണ്ടെന്നാ, നമ്മുടെ ചുറ്റിൽ എവിടേക്കോ. ആ കോൾ റെക്കോർഡൊന്ന് ഞാൻ കേൾക്കട്ടെ? ശരി മാഡം. ഇതും പറഞ്ഞുകൊണ്ട് ആ കോൾ റെക്കോർഡ് നന്ദുവിന് കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കേട്ടതിന് ശേഷം നന്ദു പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാ, അയാൾ നമ്മുടെ ചുറ്റിൽ എവിടെയുണ്ട്.
ഈ സംസാരത്തിലൂടെ നമുക്ക് ഏകദേശം അത് കൺഫേം ആണ്. അതെ മേഡം, അധിക ദൂരമൊന്നും അയാളെ വിട്ടു നിൽക്കുന്നില്ല, അതുകൊണ്ട് അയാളെ കണ്ടുപിടിക്കാൻ അത് എളുപ്പമാണ്. യെസ്, ഇതൊരു കച്ചിത്തുരുമ്പാ. ഇതിൽ പിടിച്ച് എങ്ങനെയെങ്കിലും അയാളിലോട്ട് എത്തണം. അയാൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ. സത്യം പറയാലോ, തന്നെ ഈ കാര്യം ഏൽപ്പിച്ച് താൻ ഇത്രയും നീറ്റാക്കി ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. താൻ 24 hours ഇരുന്ന് ഇതിൻ്റെ പിന്നാലെ ഇരുന്നതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റിയത്. ഒരുപാട് നന്ദിയുണ്ട്. അയ്യോ, നിങ്ങളാരും എന്നോട് നന്ദിയൊന്നും പറയണ്ട. എന്നാലും ഇതിനൊക്കെ നന്ദി എങ്ങനെ പറയാതിരിക്കും സേവ്യർ? എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ചേട്ടനും ചേച്ചിക്കൊക്കെ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു കണ്ണിയായി നിങ്ങളോട് നന്ദി പറയാതിരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. എന്തായാലും എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ തന്നാൽ മതി. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കോളാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും വഴി അറിയാനുള്ള ഏർപ്പാടുണ്ടാക്കാം. ശരി മാഡം. മാഡം, ഇവിടുന്ന് പോകുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. താനെന്തായാലും പേടിക്കണ്ട. എനിക്ക് പേടിയൊന്നുമില്ല മാഡം. എനിക്ക് എൻ്റെ ജീവനേക്കാൾ പേടി നിങ്ങളുടെയൊക്കെ ജീവൻ തന്നെയാണ്. ശരി. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നന്ദുവിനെ തന്നെയാണ്. നന്ദു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ്. അപ്പോഴാണ് നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഹലോ സതീഷേ, എന്തായി? മാഡം, ഞാൻ അയാളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അയാൾ എയും ജ്വല്ലറിന്ന് ഒരു ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ നിന്നും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവാൻ ഇറങ്ങിയിരിക്കുക. ആണോ? എന്നാൽ പിന്നെ അയാളെ പിന്നാലെ തന്നെ വിട്ടോ. അയാൾക്ക് താൻ വാച്ച് ചെയ്യാണെന്ന് ഒരു രീതിയിലും മനസ്സിലാവരുത്. അയാൾ ഒരു പോലീസുകാരനാണ് വാച്ച് ചെയ്യുന്നതെന്ന് ഒരു കാരണവശാലും അയാൾക്ക് തോന്നാൻ പാടില്ല. അതൊക്കെ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് മാഡം. ഓക്കെ സതീഷ്, നീ ഇപ്പോൾ എവിടെയുള്ളത്? ആ ലൊക്കേഷൻ ഒന്ന് എനിക്ക് ഷെയർ ചെയ്തിട്ട്, എന്നാൽ പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് എത്താലോ. ശരി മാഡം. ഇതും പറഞ്ഞുകൊണ്ട് ലൊക്കേഷൻ നേരെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ നന്ദുവിന്. നന്ദു ആണെങ്കിൽ ആ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് സക്രിയ വരുന്നുണ്ട് കേട്ടോ. മാഡം, ഇതും പറഞ്ഞ് ഒരു സല്യൂട്ട് കൊടുക്കുന്നുണ്ട്. എന്താ മാഡം, ഇപ്പോൾ ജോലി തിരക്കിലാണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ജോലി തിരക്കിലാണെന്ന് തോന്നുന്നു. അപ്പം പിന്നെ അറിഞ്ഞുകൊണ്ട് എന്തിനാ ചോദിക്കുന്നത്? അത് പിന്നെ അതെ, താൻ വന്ന കാര്യം പറഞ്ഞിട്ട് പോ, അല്ലാതെ ഇവിടെ നിന്ന് കളം വരയ്ക്കണ്ട. മാഡം എന്തിനാ മാഡം എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അയ്യോ മാഡം ഒന്നും ചെയ്യണ്ട. അനീസാറെ കണ്ടില്ലേ മാഡം ഇന്ന്? തനിക്ക് എന്താ വേണ്ടത്? താൻ കുറച്ച് നാളായി തുടങ്ങിയിട്ടിത് നിർത്തിക്കോ ഇവിടത്തോളം. അല്ലേനും തൻ്റെ വിചാരമൊക്കെ എന്താ? താനിങ്ങനെ പറയുന്നതൊന്നും ഞാൻ അറിയുന്നില്ലെന്നാണോ? എല്ലാവരോടും എന്തൊക്കെ പറയുന്നുണ്ടെന്നുള്ളത് ഞാൻ നന്നായിട്ട് അറിയുന്നുണ്ട്. മാഡം, ഞാനതിന് ഒന്നും പറഞ്ഞില്ല മാഡം. സതീഷിനെ ഇവിടെ കാണാനില്ല. ഞാനാണെങ്കിൽ സതീഷിൻ്റെ ഒരു ഡോക്യുമെൻ്റ് എടുക്കാൻ ഏൽപ്പിച്ചിരുന്നു. അത് കിട്ടാഞ്ഞപ്പോൾ അവൻ എവിടെ പോയി എന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇവിടുത്തെ ഓരോ പോലീസുകാർക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ ഉണ്ടായിരിക്കും. താൻ എന്തെങ്കിലും അയാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലേ ഇവിടുന്ന് പോകുന്ന സമയം തന്നെ അത് അയാളിൽ നിന്ന് വാങ്ങി വെക്കണമായിരുന്നു. അതിനെങ്ങനെയാ അത് ഇതൊക്കെ പറഞ്ഞ് നേരം വൈകിട്ടല്ലേ സ്റ്റേഷനിലോട്ട് വരുന്നത്? പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും പറയാത്തത്. പിന്നെ താൻ എന്നെയും അനിയെയും ചേർത്ത് എന്തൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഇതൊന്നും ഞാൻ അറിയുന്നില്ലെന്നാണോ താൻ വിചാരിക്കുന്നത്? അയ്യോ മാഡം, ഞാനെന്ത് പറഞ്ഞെന്നാ? ഷടപ്പ്, മിണ്ടി പോവരുത്. താൻ എന്തൊക്കെ പറഞ്ഞെന്നുള്ളത് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. തനിക്ക് മാത്ര എന്നെയും അനിയെയും ചേർത്ത് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടാത്തത്. തൻ്റെ പ്രായത്തെ പരിഗണിച്ചോടാ ഞാൻ കൂടുതലൊന്നും പറയാത്തത്. വെറുതെ എൻ്റെ വായിലിരിക്കുന്നത് കേൾപ്പിക്കാൻ നിൽക്കരുത്. പോടെ ഇറങ്ങിയിട്ട്. ഇത് പറഞ്ഞപ്പോൾ തന്നെ തിരിഞ്ഞു പോവാൻ നിൽക്കാട്ടോ സക്രിയ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെ ഒന്ന് നിന്നേ. മാഡം, ഞാൻ പൊയ്ക്കോളാം. തന്നോട് നിൽക്കാനല്ലേ പറഞ്ഞത്? ഓ നിൽക്കാം. എന്താ മാഡം? താനൊരു മനുഷ്യനല്ലേ? താൻ വിവാഹം കഴിച്ചത് പ്രണയിച്ചിട്ടല്ലേ? അങ്ങനെയൊന്നുമില്ല, ഞാൻ അറേഞ്ച്ഡ് മാരേജാ. കള്ളം പറയാൻ നിൽക്കണ്ട. തന്നെക്കുറിച്ച് സകല ഡീറ്റെയിൽസ് എനിക്കറിയാടോ. മനുഷ്യന്മാരായി ഇങ്ങനെയാ. മനുഷ്യന്മാർക്ക് പല വികാരങ്ങളും ഉണ്ടാവും, പ്രണയം ഉണ്ടാവും. അത് പോലീസുകാരാണെന്ന് കരുതിയിട്ട് ഈ പറഞ്ഞ പ്രണയം പോലീസുകാർക്ക് വരാതിരിക്കത്തൊന്നുമില്ലല്ലോ. ഇഷ്ടം പോലെ പോലീസുകാർ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴുത്ത വർത്തമാനവും നാക്കും ഒന്ന് ഒതുക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അത് പിന്നെ മാഡം, നിങ്ങളുടെ മതി, നിർത്ത്. നിങ്ങളെനി കൂടുതൽ പറയുന്നു വേണ്ട, പോവാൻ നോക്കിയേ. ഇതും പറഞ്ഞിട്ട് ആ സക്രിയ അവിടെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സക്രിയ പുറത്തിറങ്ങിയിട്ട് പറയുന്നുണ്ട്, എൻ്റെ വിധിയെന്നല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാന്? ആ പെണ്ണിന് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതെൻ്റെ തലയിലിട്ടാ തീർക്കുക. ഹലേനും ആ പയ്യനും ഇവക്കും കൂടി എറിഞ്ഞു കളിക്കാനുള്ള പന്താണല്ലോ ഞാൻ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പോലീസുകാരൻ വരുന്നത്. എന്താ സാറാ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? എങ്ങനെയാണോ ഒറ്റയ്ക്ക് സംസാരിക്കാതിരിക്കുക? ഇതിനോടൊക്കെയുള്ള കയ്പ് ഇങ്ങനെ വേണം തീർക്കാൻ. മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് വേഷത്തിന് കിട്ടിയല്ലേ സാറേ? കിട്ടിയിട്ടൊന്നുമില്ല. മാഡത്തിന് ചെറിയ പ്രായമല്ലേ? മാഡത്തെ ഞാൻ ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. ഈ ചെറിയ പ്രായത്തിൽ പലതും തോന്നുമല്ലോ. തന്നെ മുഖം കണ്ടിട്ട് അത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നന്ദുവിനെ ഒരു സൈഡിൽ കാണിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ മറ്റേ പോലീസുകാരൻ പേടിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. എടോ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഈ എന്നുള്ള വിളി കേട്ടപ്പോൾ തന്നെ അയാൾ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദുവിനെ കാണാൻ കേട്ടോ. മാഡം
എന്തൊക്കെയാടോ താനിനി അയാളോട് പറഞ്ഞ് ബലിപ്പിക്കാൻ പോകുന്നത്? അയ്യോ മാഡം, ഞാൻ അങ്ങനെ തനിക്കൊന്നും പറഞ്ഞത് മനസ്സിലായിട്ടില്ലടോ. അത് എൻ്റെ വായിലൂടെ ഒന്നും കേൾക്കണ്ട, പോവാൻ നോക്കടോ. അങ്ങനെ അത് പറഞ്ഞപ്പോൾ തന്നെ സക്കറി അവിടുന്ന് സ്ഥലം വിടാൻ കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നന്ദു ഈ ലൊക്കേഷനിലോട്ട് എത്തുന്നതാണ്. നന്ദുവിൻ്റെ വേഷമൊക്കെ മാറിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ നന്ദു ആ പോലീസുകാരൻ്റെ അടുത്ത് വന്നിട്ടും ആ പോലീസുകാരനാണെങ്കിൽ നന്ദുവിനെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. നന്ദു നേരത്തെ സേവിയറിനെ കാണാനിട്ട വസ്ത്രമില്ലേ, ആ വസ്ത്രവും നീട്ടിയ മുടിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും അയാൾക്ക് മനസ്സിലാവുന്നില്ല. നന്ദു ആണെങ്കിൽ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് അയാൾക്കാകെ ഷൈ ആവാണ്. ഓഹ്, ഇതേതോ ഒരു സുന്ദരി പെണ്ണ്. അതെ. അയ്യോ, എന്നോട് സംസാരിക്കാൻ നോക്കുന്നു. അതെ, എന്തായി? എന്താവാൻ? ഷോ, എന്നോടെന്തോ പ്രണയം തോന്നിയിട്ട് വന്നതാണെന്നാ തോന്നുന്നത്. ഞാനൊരു പോലീസുകാരനാണെന്ന് പറഞ്ഞേക്കാം, അപ്പോൾ എന്തായാലും കൂടുതൽ ഇഷ്ടം തോന്നും. ആക്ച്വലി കുട്ടി, ഞാനൊരു പോലീസുകാരനാണ്. കുട്ടിയുടെ പേരെന്താ? അയ്യോ, എന്നെ പരിചയപ്പെടുത്താൻ വിട്ടു. ഞാൻ സതീഷ്. ഇത് കേട്ടപ്പോൾ നന്ദുവിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അയ്യോ, ഒരു കോഴി, മരക്കോഴി. ഇവനെയൊക്കെ ആണല്ലോ ഞാൻ ഇയാളെ നോക്കാൻ ഏൽപ്പിച്ചത്. കുട്ടിയൊന്നും പറഞ്ഞില്ല. കുട്ടി കോളേജിൽ പഠിക്കുവാണോ? അല്ലടാ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ. എസ് ഐയോ? ഏത് സ്റ്റേഷനിൽ എസ് ഐ? ഇവിടെ അടുത്തൊന്നും ഇത്ര മൂടി നീട്ട് സുന്ദരിയായ എസ് ഐയെ കണ്ടിട്ടില്ലല്ലോ. ചുമ്മാ പറയുവാണല്ലോ എന്നെ പേടിപ്പിക്കാൻ. ഡോ, ഞാൻ എസ് ഐ നന്ദനയാ. അയ്യോ മേഡോ, മേഡം ഈ വേഷത്തിൽ? പിന്നെ ഈ വേഷത്തിലല്ലാതെ പോലീസ് വേഷത്തിൽ വരണോടോ. അയ്യോ മാഡം, എനിക്ക് ആളെ മനസ്സിലായില്ല. തനിക്കുള്ളതേ ഞാൻ സ്റ്റേഷനിൽ എത്തിയിട്ട് തരാം. തന്നോട് ആളെ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെ വന്ന പെമ്പിളരെ വളയ്ക്കാൻ നടക്കുവാണ് നീ. അയ്യോ മാഡം, ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് അടുത്ത് വന്ന് സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു തൻ്റെ അതങ്ങ് വെച്ചേക്ക്. ഇപ്പം താൻ പറഞ്ഞ പണി ചെയ്യടോ. താനൊക്കെ എന്തിനാണോ പോലീസ് വേഷം കിട്ടി നടക്കുന്നത്? സോറി മാഡം, അയാൾ അവിടുന്ന് പുറത്തിറങ്ങിയിട്ടില്ല, ഞാനത് നോക്കുന്നുണ്ട്. അപ്പം തന്നെയാണ് കേട്ടോ ഡേവിഡ് ജോർജ് അവിടുന്ന് പുറത്തേക്ക് ഇരുന്നത്. മാഡം, അയാളല്ലേ ഡേവിഡ് ജോർജ്? അപ്പം അത് തനിക്ക് അറിയില്ലേ? അറിയാം. അല്ല, മാഡത്തിനൊന്ന് മിണ്ടായിരിക്കടോ. ഡോ, താൻ സ്റ്റേഷനിലേക്ക് വിട്ടോ, ഇത് ഞാൻ നോക്കിക്കോളാം. മാഡം, താൻ വരണ്ട, സ്റ്റേഷനിലേക്ക് പൊയ്ക്കോ. തന്നെയൊക്കെ കൂടെ കൂട്ടുന്നേക്കാളും ഭേദം ഒറ്റയ്ക്ക് പോകുന്നതിനാ. ഓ ശരി മാഡം. ഇതും പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പറഞ്ഞു വിടാൻ കേട്ടോ. അങ്ങനെ നന്ദു ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ പിന്നാലെ തന്നെ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇയാളാണെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ മറ്റേ ഹോട്ടൽ റൂമിലേക്ക് പോകുന്നത്. അതായത് ഈ നാഗേന്ദ്രനുള്ള സ്ഥലത്തോട്ട് പോകുന്നത്. അങ്ങനെ വലിയൊരു ഹോട്ടലിലോട്ട് അവർ വണ്ടി കയറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ പുറമേ നിന്നും ഒരാൾക്ക് അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റില്ലെന്ന് നന്ദു മനസ്സിലാക്കുകയാണ്. അപ്പം തന്നെ നന്ദു മറ്റൊരു പോലീസുകാരനെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട് കേട്ടോ. ആ ഹോട്ടലിന്റെ എല്ലാ ഡീറ്റെയിൽസും ചിക്കൻ അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെ തൊട്ടടുത്തായിട്ട് ഒരു ക്യാൻറ്റീൻ കാണുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് നന്ദു ഇറങ്ങിച്ചില്ലാണ്. ചേട്ടാ, ഒരു കോഫി. അതും പറഞ്ഞിട്ട് ആൾ കോഫി ഉണ്ടാക്കി വരികയാണ് കേട്ടോ. ദാ കോഫി. അല്ല, കുഞ്ഞിന് ഇതിനു മുമ്പ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ചേട്ടാ, ഞാനിവിടെ ആദ്യമായിട്ടാ. ഓ അങ്ങനെ. മോക്ക് കഴിക്കാൻ വേറെ എന്തെങ്കിലും എടുക്കണോ? ഒന്നും വേണ്ട ഏട്ടാ. എന്നാലും എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൂടെ? ഇപ്പോൾ കഴിക്കാൻ വിശപ്പില്ലായിട്ടാ. എന്തായാലും മോളും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കട അങ്ങ് പൂട്ടണം. ഇനിയിപ്പോൾ വൈകിട്ടേ തുറക്കത്തുള്ളൂ. അതെന്താ ചേട്ടാ, ഇപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ വരുന്ന സമയമല്ലേ? എൻ്റെ മോളെ ഒന്നും പറയണ്ട, അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം പോയിക്കൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇത്. സത്യം പറയാലോ, ഒരുപാട് കാശൊക്കെ ചിലവാക്കിയിട്ടാ ഈ ക്യാൻറ്റീൻ ഇവിടെ കെട്ടിപ്പടുത്തേക്കുന്നത്. കുറച്ച് നാളങ്ങനെ നല്ല രീതിയിലൊക്കെ പോയി. പിന്നീട് ഇപ്പം ഇതാ ഇവിടുത്തെ അവസ്ഥ. അതെന്തു പറ്റി ചേട്ടാ? ഒന്നും പറയണ്ട മോളെ. ദേ, ഈ കാണുന്ന വലിയ ഹോട്ടലില്ലേ, ഇപ്പം അവിടേക്കുള്ള ഭക്ഷണം മാത്രം വെച്ചു കൊടുക്കലായി എൻ്റെ ജോലി. ഇപ്പം ഇവിടുത്തെ കച്ചവടമൊന്നുമില്ല. എല്ലാത്തിനും കാരണക്കാരും ഇവർ തന്നെയാ. ആരോട് പറയാൻ, ഇതൊക്കെ വിധിയെന്ന് കരുതി കൂട്ടാം. ചേട്ടൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ചേട്ടൻ്റെ കടയിൽ എങ്ങനെയാ കച്ചവടം ഇല്ലാതായത്? എൻ്റെ മോളെ, ഈ ഹോട്ടലിൽ ഇഷ്ടം പോലെ ജോലിക്കാർ താമസിച്ചിരുന്നതാ. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ആയിട്ട് അവരിവിടുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ വലിയൊരു പ്രോപ്പർട്ടി ഏതോ വലിയൊരു വ്യക്തി വാങ്ങി. ജ്വല്ലറിക്കാരല്ലേ? അതെ. ഇപ്പൊ താഴ്ച വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജ്വല്ലറിയാണോ? അതെ. ആ ജ്വല്ലറിയുടെ ഉടമ തന്നെയാ ഇത് മേടിച്ചതെന്നാ തോന്നുന്നത്. അവർ മേടിച്ചിട്ടാണെങ്കിലോ ഈ ഹോട്ടൽ ഇപ്പോൾ ഒരു ഈച്ച പോലും വരത്തില്ല. അവരുടെ 2-3 സ്റ്റാഫും പിന്നെ ഏതാണ്ടൊക്കെയോ ആരൊക്കെയോ വരും. അവർ വന്നതോടെ എനിക്കെന്താ കാര്യം? അവർക്ക് 3 നേരത്തെ ഭക്ഷണം വെച്ചു കൊടുക്കുന്ന കാശേ ഇപ്പം എനിക്ക് ലാഭിക്കാൻ പറ്റുന്നുള്ളൂ മോളെ. മിക്ക ദിവസം അതുവരെ ഫ്രീ ആയി കൊടുക്കേണ്ട അവസ്ഥയിലാണ്. ഒരു ദിവസം മുടിയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഈച്ച അല്ലെങ്കിൽ ഉറുമ്പ്, ഇങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞ് അവർ പണം തരാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തള്ളി നീക്കും. എത്ര നല്ല ഭക്ഷണം കൊടുത്തോണ്ടിരുന്നതാണെന്നറിയോ? ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ ഇതാ. ഇനിയിപ്പോൾ വൈക്കൂടെ പോകുന്നവർ പോലും ഇപ്പം ഇങ്ങോട്ട് വരുന്നില്ല.
എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല മോളെ. ഇതിലൂടെ നന്ദുവിനൊരു കാര്യം മനസ്സിലാവണേ, ജ്വല്ലറി അത് ആർക്കോ വേണ്ടി വാങ്ങിയിരിക്കുകയാണെന്നുള്ളത്. എന്തായാലും അതിനകത്ത് തന്നെ ആ വ്യക്തി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നന്ദുവിന് ഏകദേശം കൺഫേം ആവാണ് കേട്ടോ. ചേട്ടാ, ഇവിടെ ആരൊക്കെ വരുന്നെന്ന് ചേട്ടൻ അറിയോ? അത് പിന്നെ കാണാറുണ്ട്. ഒരു കറുത്ത കാറിൽ ആരോ വന്ന് ഇറങ്ങുന്നത് കാണുന്നുണ്ട്. പക്ഷേ അയാളുടെ മുഖമൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ശ്രദ്ധിക്കാനൊട്ടും അവർ സമ്മതിക്കത്തുമില്ല. പിന്നെ ഇവിടെ ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു എൻ്റെ കടയുടെ മുമ്പിൽ. അതാണെങ്കിൽ അവരൊരു ദിവസം പൊട്ടിച്ചങ്ങ് കളഞ്ഞു. പിന്നെ വഴക്കിനും വക്കാലത്തിനൊന്നും പോയിട്ട് കാര്യമില്ല. അവരൊക്കെ വലിയ കോടീശ്വരന്മാരല്ലേ മോളെ. ശരി ഏട്ടാ. ഇത് വെച്ചോ. ഇതും പറഞ്ഞ് കുറച്ച് കാശ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ മോളെ, ഇതൊന്നും വേണ്ട, ചേട്ടൻ വെച്ചോ, കുഴപ്പമൊന്നുമില്ല. മോളെ ദൈവം അനുഗ്രഹിക്കും. ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ കാശില്ലാതിരിക്കുമായിരുന്നു. ചേട്ടാ, ഹോസ്പിറ്റലിൽ പോകാൻ കാശില്ലാതിരിക്കുമായിരുന്നു? അതെ, ചെറിയ കുഞ്ഞിന് നല്ല പനിയാ. കൊണ്ടുപോകാൻ കാശ് വല്ലതും വേണ്ടേ? ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി തിരിഞ്ഞു നോക്കുന്നില്ല അവർ. എന്നാൽ പിന്നെ ഈ കാശും കൂടി വെച്ചോ. അയ്യോ, ഇത് തന്നെ ധാരാളം മോളെ, ഇതെനിക്ക് വേണ്ട. വെക്ക് ചേട്ടാ, ഇതെൻ്റെ ഒരു സന്തോഷത്തിന് ഇരിക്കട്ടെ. ഇതും പറഞ്ഞ് നന്ദു കടുപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് നന്ദു ഇറങ്ങുന്നുണ്ട്. നന്ദു എന്തായാലും ഒരു കാര്യം കൺഫേം ആക്കുകയാണ്, അവിടെയാണ് ജ്വല്ലറിയുടെ ഓണർ താമസിക്കുന്നതെന്ന്. അങ്ങനെ കുറച്ച് സമയം അവിടെ തന്നെ നിരീക്ഷിച്ച് ഈ ഡേവിഡ് ജോർജ് പുറത്ത് വരുന്നത് നോക്കി നിൽക്കാമെന്ന് കരുതുകയാണ്. ആ സമയത്താണ് ഒരു ടാക്സിക്കാർ അകത്തോട്ട് കയറ്റി വിടുന്നത് കാണിക്കുന്നത് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ നന്ദു ആണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് കയറുന്നുണ്ട്. ആ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ആളൊഴിഞ്ഞ ബിൽഡിംഗ് ആണ് കേട്ടോ. അതിന് മുകളിലോട്ട് കയറാണ്, അവിടേക്ക് ആരാ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുകളിലോട്ട് കയറുന്ന സമയത്ത് അതിൽ നിന്ന് ഇറങ്ങുന്ന ആളെ കാണിക്കുന്നുണ്ട് കേട്ടോ, ആ കാറിൽ നിന്ന്. അത് മറ്റാരുമല്ല, അവന്തിക തന്നെയാണ്. അവന്തിയെ കണ്ട പാടെ തന്നെ നന്ദു ആക്കി ഷോക്കാവാണ്. അയ്യോ, ഇത് അവന്തികയല്ലേ? അവന്തിക എന്താ ഇവിടെ? അവന്തികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവന്തികയ്ക്ക് ഇത്രയൊക്കെ സ്വീകരണം ലഭിക്കണമെങ്കിൽ അവന്തിക ഇവരും തമ്മിൽ എന്തോ ബന്ധമില്ലേ? അപ്പോൾ അവന്തിക എല്ലാവരും ചീറ്റ് ചെയ്യാണോ? അവന്തികയുടെ സ്വഭാവം മാറിയെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കബളിപ്പിക്കുമായിരുന്നോ? പാവം, എല്ലാവരും അവളെ കണ്ണടച്ച് വിശ്വസിച്ചു. അവൾക്ക് ഒരു മാറ്റമില്ല. അവളുടെ ചേട്ടൻ്റെ അമ്മയുടെ ഒക്കെ പോലെ തന്നെയാ. അവൾ അനന്തപുരിക്കാരെ ചതിക്കുമായിരുന്നു. അപ്പം ഇത് ആദർശേട്ടനെ അറിയണം, ആദർശേട്ടനെ അറിയിക്കണം. അവള് എല്ലാ രഹസ്യങ്ങളും ചോർത്തി കൊടുക്കുക ജ്വല്ലറിക്ക്. ജ്വല്ലറിയുമായിട്ട് അപ്പം അവർക്ക് എന്തോ ബന്ധമുണ്ട്. ഇവിടെ തന്നെയാ ജ്വല്ലറിയിലെ മെയിൻ ഓണർ താമസിക്കുന്നത്. എന്തായാലും ഒരുവിധം സത്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇനി മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഇതും പറഞ്ഞുകൊണ്ട് നന്ദു എന്തായാലും വണ്ടി എടുത്ത് അവിടുന്ന് നേരെ ആദർശിനെ കാണാൻ വേണ്ടി ആദർശിൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ആദർശ് ഡോറ് തുറക്കാൻ കേട്ടോ. നന്ദു, നീയോ? അകത്തോട്ട് വാ. അപ്പോൾ അവിടെ നിൽക്കുന്ന സെർവൻറ്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആദർശ മോനെ, ഇതാരാ? ഇത് നയനയുടെ അനിയത്തിയാ. പോലീസ് പറഞ്ഞിട്ടില്ലേ? എനിക്ക് മനസ്സിലായി. ധീര വനിത, നമ്മുടെ നന്ദു അല്ലേ? അതെ. മോളെ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? അയ്യോ ആൻറ്റി, ഒന്നും വേണ്ട, ഞാൻ ഇവരെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്നാലും എന്തെങ്കിലും ഒന്ന്. എന്നാൽ പിന്നെ ഒരു ജ്യൂസ് എടുത്തോ. ശരി മോളെ. ഇതും പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. അതായത് കിച്ചണിലോട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നയനയാണ്. നയനയാണെങ്കിൽ കുളിച്ചിട്ട് മുടിയൊക്കെ തോർത്തി വരാൻ കേട്ടോ. നന്ദു, നീയായിരുന്നോ കോളിംഗ് ബെൽ അടിച്ചത്? അതെ. എന്താ നന്ദു? ആദർശേട്ടാ, എനിക്ക് നിങ്ങളോടായിട്ട് രഹസ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. രഹസ്യമായിട്ടോ? എന്താ നന്ദു? ഞാൻ അന്വേഷിച്ചതിൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എന്ത് കാര്യങ്ങൾ? നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട് നിങ്ങളുടെ ശത്രു. ഞങ്ങളുടെ വീട്ടിലോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് അനന്തപുരി തന്നെയാണ് നിങ്ങളുടെ ശത്രു എന്ന് വെച്ചാ? അനന്തപുരിയിൽ എല്ലാവരുടെ മുന്നിൽ നല്ല പിള ചമഞ്ഞ് നടക്കുന്ന ഒരുത്തിയില്ലേ ഇപ്പം അവിടെ? നന്ദു, ആരെയും നീ ഉദ്ദേശിക്കുന്നത്? ചേച്ചി, വേറെ ആരുമല്ല. ഇപ്പോൾ ഒരു നല്ല പിള ചമഞ്ഞ് നടക്കുന്നവളുണ്ടല്ലോ, ഒരു കല്യാണാലോചനയും വന്നിട്ടിട്ട് നല്ലൊരു പയ്യനെ തന്നെ. അവന്തികയാണോ? അവന്തിക തന്നെ. അവളെ നിങ്ങൾ ചീറ്റ് ചെയ്യുവാ. എന്ത്? അവൾ നമ്മൾ ചീറ്റ് ചെയ്യാണെന്നോ? ഒരിക്കലും ഇല്ല നന്ദു, നിനക്ക് തോന്നുകയാണതൊക്കെ. അങ്ങനെയല്ല, അവൾ നമ്മളെ ചീറ്റ് ചെയ്യുക. ഞാൻ ഇന്ന് യഥാർത്ഥത്തിൽ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. എങ്ങനെ? എനിക്ക് മനസ്സിലാവില്ല നന്ദു. ആദർശേട്ടാ, ഞാൻ ഒരാളെ അവരെ വാച്ച് ചെയ്യാൻ വേണ്ടി നിർത്തിയിരുന്നു ജ്വല്ലറിയുടെ മുന്നിൽ. ആ ആള് ഡേവിഡ് ജോർജിനെ വാച്ച് ചെയ്തെത്തിയത് ഒരു ഹോട്ടലിലാണ്. ആ ഹോട്ടലിൽ നിന്ന് ഡേവിഡ് ജോർജ് ഡ്രസ്സ് മാറിയിട്ട് മറ്റൊരു ഹോട്ടലിലേക്കാണ് പോയത്. അത് വൺ സെറ്റപ്പുള്ളൊരു ഹോട്ടലാണ്. എന്നിട്ട് ആ ഹോട്ടലിൽ ജ്വല്ലറിക്കാർ മാത്രമായിട്ട് വാങ്ങിയിരിക്കുക. വലിയ സെറ്റപ്പുള്ളൊരു ഹോട്ടൽ. 300-400 റൂംസ് ഉണ്ട്. എന്നിട്ടും അവിടെ ഒരൊറ്റ ആൾ പോലും താമസിക്കുന്നില്ല. പകരം അവിടെ ഏതൊക്കെയോ 1-2 സ്റ്റാഫുകൾ താമസിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മറ്റാരും അവിടെ വന്നു പോകുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞിട്ട് ഞാൻ എവിടുന്നും അല്ല, തൊട്ടിപ്പുറത്തായിട്ട് ഒരു ക്യാൻറ്റീനുണ്ട്.
ഇതുവരെ അവിടെ നല്ല രീതിയിൽ കച്ചവടം നടന്നുകൊണ്ടിരുന്നതാ. ജ്വല്ലറിക്കാർ ആ ഫ്ലാറ്റ് സ്വന്തമാക്കിയതിനു ശേഷം അയാൾക്ക് അവിടെ കച്ചവടമില്ല. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളൊക്കെ 3 നേരം അവിടെ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അയാൾക്ക് വമ്പൻ നഷ്ടമാണ്. അയാൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണ് അവിടേക്ക് പുതിയൊരു കാറ് പോകുന്നത് കണ്ടത്. ഒരു ടാക്സി കാറായിരുന്നു. ഞാൻ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്നും മുകളിൽ നിന്ന് വാച്ച് ചെയ്തു ആരാ ഇറങ്ങുന്നതെന്ന്. ആ സമയത്താണ് അത് അവന്തികയാണെന്ന് മനസ്സിലായത്. അവന്തിക നിങ്ങളെ ചീറ്റ് ചെയ്യുവാണ്. മൂർത്തീസ് ജ്വല്ലറിയിലെ എല്ലാ രഹസ്യങ്ങളും ആർക്കൊക്കെയോ ചോർത്തി കൊടുക്കുന്നുണ്ട് അവന്തിക. എന്തായാലും അവന്തികയുടെ ലക്ഷ്യം അത്ര നല്ലതല്ലെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണർ അതിനകത്തുണ്ട്. അനന്തപുരിയിൽ അവന്തികക്കായിട്ടൊരു കാറുണ്ട്. പക്ഷെ ആ കാർ എടുത്തോണ്ടല്ല അവന്തിക അങ്ങോട്ട് വന്നത്, ഒരു ടാക്സി കാറിലാ. അതിലൊക്കെ തന്നെ എന്തൊക്കെയോ സംശയം ഒളിഞ്ഞിരിക്കുന്നില്ല ആദർശേട്ടാ. എന്നാലും അവന്തിക നമ്മളെ ചീറ്റ് ചെയ്യുമായിരുന്നല്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞതല്ല ആദർശേട്ടാ, അവന്തിക എന്തോ കള്ളലക്ഷണം ഉണ്ടെന്ന്. അവന്തികയെ അങ്ങനെ കണ്ണുപൂട്ടി വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അതെനിക്കും അറിയായിരുന്നു നയനെ. പക്ഷേ അവളുടെ ഒരുമാതിരി മാറ്റം കണ്ടപ്പോൾ ഞാനും അവളെ വിശ്വസിച്ചു പോയി. ഞാൻ മാത്രമല്ല, മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ അമ്മയും അച്ഛനും ചെറിയച്ഛനും എല്ലാവരും അവളെ വിശ്വസിച്ചു. പക്ഷേ ഇനി ആരും വിശ്വസിക്കാതിരിക്കാൻ നോക്കണം ആദർശേട്ടാ. അതിനു വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം മോളെ. അവളെ ഇനി മുതൽ ഞാനായിരിക്കും വാച്ച് ചെയ്യാൻ പോകുന്നത്. എന്തായാലും അവളുടെ ഉള്ളിലിരിക്കുന്നത് എന്താണെന്ന് അറിയണം. അവളും ഇയാളുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ജ്വല്ലറിക്കാരുമായിട്ട് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്ത് അവന്തിക ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും അതവൾക്ക് വലിയൊരു പ്രോഫിറ്റ് കിട്ടുന്ന കാര്യം തന്നെയല്ലേ. അതുകൊണ്ട് എന്തൊക്കെയോ ഇതിന് പിന്നിലുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ആദർശേട്ടാ. ആദർശേട്ടാ, എന്തായാലും അവന്തിക ആൾ കൊള്ളാലോ. ശരിയാ. ഇനി അവളുടെ ഓരോ നീക്കുപോക്കങ്ങളും ശ്രദ്ധിക്കാൻ വീട്ടിലൊരാളെ ഏർപ്പെടുത്തിയേ മതിയാവൂ. അത് മാത്രമല്ല, അവൾ എങ്ങോട്ടേക്ക് പോകുന്നു, ആരൊക്കെ കാണുന്നു, ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കണം. ഈ വിവരം എന്തായാലും അറിയിക്കേണ്ടവരെ അറിയിക്കണം. ഇനി അവളുടെ കോൾ റെക്കോർഡ് ഓരോന്നും പരിശോധിക്കണം. ഞാൻ അത് സേവ്യറിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് പറയട്ടെ. ശരി, ഓക്കെ. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവന്തികയുടെ കോൾ റെക്കോർഡുകൾ ഓരോന്നായിട്ട് പരിശോധിക്കുന്ന സേവ്യറിനെയാണ് കേട്ടോ. ഓക്കെ, അതോടുകൂടി ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ എപ്പിസോഡിൻ്റെ ബാക്കി ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്താൽ അടുത്ത എപ്പിസോഡ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.